നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ ഇന്ന് 10ാം സ്റ്റാൻഡേർഡിലെ അയാം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷീറ്റാണ് പരിചയപ്പെടുന്നത്. ഈ അയാം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് 10 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ 1 മുതൽ 3 വരെയുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റ്, അതിൽ 10 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, അയാം കലാം കെ ബഹാനെ കേസി രചന ഹെ? ഉത്തരം ഫിൽമി ലേക്ക്. ചോദ്യം 2, അയാം കലാം കെ ബഹാനെ നാമക് രചന കാ രചയിത കോൻ ഹെ? ഉത്തരം മിഹിർ പാണ്ഡെ. ചോദ്യം 3, കംസോർ ലട്ക മേ വിശേഷൺ ശബ്ദ കോൻസാ ഹെ? കംസോർ ലട്ക എന്നതിലെ വിശേഷണ ശബ്ദം ഏതാണ്? ഉത്തരം കംസോർ. നാലാമത്തെ ചോദ്യം, മേര മേ നിഹിത് സർവനാം और प्रत्यय अलग करके लिखें. മേര എന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം മേ പ്ലസ് കാ മേര. അതിൽ മേ എന്നുള്ളത് സർവനാം, കാ എന്നുള്ളത് പ്രത്യയം. ചോദ്യം 5, നമൂനെ के अनुसार वाक्य का पुनर्लेखन करें. ചോദ്യം, मैं स्कूल जाने में रोता था. അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് मैं स्कूल जाने में रोया करता था. ഇതുപോലെ വ ഹിന്ദി പഠ്താ ഥാ എന്നുള്ളതിനെ മാറ്റി എഴുതുമ്പോൾ ഏത് രീതിയിൽ എഴുതാം? ഉത്തരം വ ഹിന്ദി പഠാ കർത്താ ഥാ. നിത്യതാ ബോധ ക്രിയാരൂപത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നതാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഭാഗം നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ്. ആറാമത്തെ ചോദ്യം, മോർപാൽ കെ സ്കൂൾ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ സ്കൂൾ പഠനം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു. ഇസ് കാരണം സെ ലേഖക് മിഹിർ ബഹുത് ദുഃഖി ഹോത്താ ഹെ. ഈ കാരണത്താൽ ലേഖകൻ മിഹിർ പാണ്ഡെയെ വളരെയധികം ദുഃഖിതനാകുന്നു. ഇസ് ഘടന പർ മിഹിർ की ഡയറി തയ്യാർ കരേ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മിഹിറിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ്, ആജ് മേരെ ലിയെ ദുഃഖി ദിൻ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. ആജ് ഭി സാരേ ദിനോं की जैसे മോർപാൽ മേരെ ലിയെ ഛാച്ച് ലായ. ഇന്നും എല്ലാ ദിവസങ്ങളിലേതും പോലെ മോർപാൽ എനിക്ക് വേണ്ടി മോര് കൊണ്ടുവന്നു. ബദലെ മേ മേനെ ഉസ്കോ രാജ്മാ ചാവൽ ദിയ. പകരം ഞാൻ അവന് രാജ്മാ ചാവൽ എന്ന ആഹാരം നൽകി. മോർപാലിനെ മുജ്സെ കഹാ കി വ കൽ സെ സ്കൂൾ നഹി ആയേഗ. മോർപാൽ എന്നോട് പറഞ്ഞു അവൻ നാളെ മുതൽ സ്കൂളിൽ വരില്ല. മേ സുൻക സ്തബ്ദ് രഹ് ഗയ. ഞാനിത് കേട്ടപ്പോൾ സ്തംഭിച്ചുപോയി. വ ഗരീബ് ഹേ തോ ഭി പഠനെ മേ ഹോഷിയാർ ഹെ. അവൻ വളരെ ദരിദ്രനാണെങ്കിൽ പോലും പഠിക്കാൻ വളരെ മിടുക്കനാണ്. മുझे तो स्कूल जाना पसंद नहीं है. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. മോർപാൽ കൽ സേ अपने पिता के साथ खेत मजदूरी करने जाएगा. മോർപാൽ നാളെ മുതൽ തന്റെ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകും. मैं മോർപാൽ की दोस्ती के कारण ही स्कूल जाता था. ഞാൻ മോർപാലിന്റെ സൗഹൃദം കാരണമാണ് സ്കൂളിൽ പോയിരുന്നത്. കൽസേ മേ കേസേ സ്കൂൾ ജാവും. നാളെ മുതൽ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? കിസ്സേ ദോസ്തി കരും. ആരോട് കൂട്ടുകൂടും? മേ ബഹുത് ഉദാസും. ഞാൻ വളരെ ദുഃഖിതനാണ്. ഏഴാമത്തെ ചോദ്യം, അപ്നെ സ്കൂൾ മേ അയാം കലാം നാമക് ഫിലിം की പ്രദർശനി की തയ്യാറി മേ ഹെ. നിങ്ങളുടെ സ്കൂളില് അയാം കലാം എന്ന സിനിമയുടെ പ്രദർശനം നടത്തുന്നതിന് തയ്യാറെടുക്കുന്നു. इसके लिए एक പോസ്റ്റർ തയ്യാർ കരീ. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാം. 2 രീതിയിൽ ഇതിനെ തയ്യാറാക്കാം. ഒന്നാമത്തെ മോഡൽ, छोटू कमाल कर दिया है. छोटू കലക്കി. സച്ചി ദോസ്തി की कहानी बताने वाली സിനിമ. യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ പറയുന്ന സിനിമ അയാം കലാം. അയാം കലാം की പ്രദർശനി. അയാം കലാമിന്റെ പ്രദർശനം. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്
എല്ലാവർക്കും സ്വാഗതം. സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ പബ്ലിക് എക്സാം എഴുതുന്നതായ സമയം തങ്ങളുടെ പേരോ സ്കൂളോ ഒന്നും തന്നെ നമ്മുടെ ഉത്തര പേപ്പറിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കുമ്പോഴും നമ്മൾ ഗവൺമെന്റ് ഹൈസ്കൂൾ, സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ, പ്ലേസ് എന്ന അർത്ഥത്തിൽ സ്ഥാൻ എന്ന് കൊടുത്താൽ മതിയാകും. ഇനി ഏത് ദിവസം സംഭവിക്കുന്നു, ഇത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2020 അഗസ്റ്റ് 25 को 2020 ഓഗസ്റ്റ് 25 സവേരെ 10 ബജെ, രാവിലെ 10 മണിക്ക്. ഇതാണ് ഒന്നാമത്തെ മോഡൽ. രണ്ടാമത്തെ മോഡൽ छोटू कमाल कर दिया है. छोटू कलकी सच्ची दोस्ती की कहानी बताने वाली सिनेമ അയാം കലാം की പ്രദർശനി. യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ പറയുന്നതായ സിനിമ അയാം കലാമിന്റെ പ്രദർശനം. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ, സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. താരീഖ് 2020 അഗസ്റ്റ് 25, 2020 ഓഗസ്റ്റ് 25. സമയ സമേരെ 10 ബജെ, സമയം രാവിലെ 10 മണി. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. അടുത്ത ചോദ്യം, ലേഖക് മിഹിർ പാണ്ഡെ ചരിത്രഗത വിശേഷതാएं തയ്യാർ കരീം. നമ്മുടെ ലേഖകൻ മിഹിർ പാണ്ഡെന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഉത്തരം, मिहिर पांडे की चरित्रगत विशेषताएं. मिहिर पांडे अयाम कलाम के बहाने नामक फिल्मी लेख का लेखक है. मिहिर पांडे अयाम कलाम के बहाने എന്ന ഫിൽമി ലേഖനത്തിന്റെ ലേഖകനാണ്. അയാം കലാം കെ ബഹാനെ എന്നതിന്റെ അർത്ഥം ഞാൻ കലാം എന്ന ഭാവത്തിൽ. മിഹിർ ബച്പൻ മേ സ്കൂൾ ജാന പസന്ദ് നഹീ കർത്താ ഥാ. മിഹിർ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്കൂൾ മേ ബിതായെ സമയ അപ്നെ ബച്പൻ കാ ഖരാബ് സമയ സമജ്താ ഥാ. സ്കൂളിൽ ചെലവഴിച്ചിരുന്ന സമയം തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശമായ സമയമായിട്ടാണ് കരുതിയിരുന്നത്. स्कूल की യൂണിഫോം पहनने के लिए भी पसंद नहीं करता था. സ്കൂൾ യൂണിഫോം ധരിക്കുന്നതിന് പോലും ഇഷ്ടമായിരുന്നില്ല. മിഹിർ സ്കൂൾ की छुट्टी के अवसर पर बहुत नाचा करता था. സ്കൂളിന് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ മിഹിർ നൃത്തം ചെയ്തിരുന്നു, വളരെയധികം സന്തോഷിച്ചിരുന്നു. സ്കൂൾ മേ മിഹിർ കോ एक साथी था, उसका नाम മോർപാൽ था. സ്കൂളിൽ മിഹിറിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന്റെ പേര് മോർപാൽ എന്നായിരുന്നു. मिहिर को छाछ बहुत पसंद था. मिहिरने मोर വളരെ ഇഷ്ടമായിരുന്നു. इसलिए മോർപാൽ अपने घर से मिहिर के लिए छाछ लाया था. അതുകൊണ്ട് മോർപാൽ തന്റെ വീട്ടിൽ നിന്ന് മിഹിറിന് വേണ്ടി മോര് കൊണ്ടുവരുമായിരുന്നു. മിഹിർ മോർപാൽ के लिए രാജ്മ ചാവൽ लाता था. മിഹിർ മോർപാലിന് വേണ്ടി രാജ്മ ചാവൽ എന്ന ആഹാരം കൊണ്ടുവന്നിരുന്നു. मोरपाल पढ़ाई से छूटकर खेत मजदूरी करने के लिए जाने की खबर सुनकर बहुत दुखी होता है. मोरपाल പഠിത്തമൊക്കെ നിർത്തി കൃഷി ചെയ്യുന്നതിനായി പോകുന്നു എന്നുള്ളതായ വാർത്ത കേട്ടപ്പോൾ മിഹിർ വളരെയധികം ദുഃഖിക്കുന്നു. ചോദ്യം 9, സഹി മിലാൻ കറി. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. മോർപാൽ സാരേ ദിൻ छोटू को अच्छी तरह, മിഹിർ സാരേ ദിൻ रण विजय को. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. രാജ്മ ചാവൽ ലേ ആത്ത, സ്കൂൾ ജാന പസന്ദ് നഹീ ഥാ, ഛാച്ച് ലേ ആത്ത, ഹിന്ദി മാലൂം ഥാ. ഉത്തരം, മോർപാൽ സാരേ ദിൻ ഛാച്ച് ലേ ആത്ത. മോർപാൽ എല്ലാ ദിവസവും മോർ കൊണ്ടുവരുമായിരുന്നു. छोटू को अच्छी तरह ഹിന്ദി മാലൂം ഥാ. छोटുവിന് നന്നായി ഹിന്ദി അറിയാമായിരുന്നു. മിഹിർ സാരേ ദിൻ രാജ്മ ചാവൽ ലേ ആത്ത. മിഹിർ എല്ലാ ദിവസവും രാജ്മ ചാവൽ കൊണ്ടുവരുമായിരുന്നു. रण विजय को स्कूल जाना पसंद नहीं था. रण വിജയന് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചോദ്യം 10, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം. बारिश के कारण तेज. ചോദ്യം, छुट्टी थी स्कूल में छुट्टी थी. ഈ വാക്യ പിരമിഡ് തയ്യാറാക്കുന്ന ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. ഉത്തരം, छुट्टी थी स्कूल में छुट्टी थी. അവധിയായിരുന്നു, സ്കൂളിൽ അവധിയായിരുന്നു. ബാരിഷ് കെ കാരൻ സ്കൂൾ മേ छुट्टी थी. മഴ കാരണം സ്കൂളിൽ അവധിയായിരുന്നു. തേസ് ബാരിഷ് കെ കാരൻ സ്കൂൾ മേ छुट्टी थी.
ശക്തമായ മഴ കാരണം സ്കൂളിൽ അവധി ആയിരുന്നു. പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അയാം കലാം ഡാഷ് ഹെ. ബ്രാക്കറ്റിൽ ഏകാംഗി, കവിത, സിനിമ, പട്കഥ. നാടകമാണോ, കവിതയാണോ, സിനിമയാണോ, സ്ക്രിപ്റ്റ് ആണോ? അയാം കലാം എന്നുള്ളത് സിനിമയാണ്. അയാം കലാം കെ ബഹാനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൽമിയിലേക്ക്. ചോദ്യം 2, ബുര ആദ്മി മേ വിശേഷണ ശബ്ദ കോൻ സാ ഹെ. ബുര ആദ്മി എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം ബുര. ചോദ്യം 3, ജിസ്നെ മേ നിഹിത് സർവനാം ഓർ പ്രത്യയ് അലഗ് കർക്കെ ലിഖെ. ജിസ്നെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ പ്രോനൗണും പ്രിപ്പോസിഷനും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഉത്തരം ജോ പ്ലസ് നെ ജിസ്നെ. അതിലെ ജോ സർവനാം, ने प्रत्यय. ചോദ്യം 4, ലൂസി മാഡം ने छोटू को क्या वादा किया. ലൂസി മാഡം छोटूने എന്ത് വാഗ്ദാനമാണ് ചെയ്തത്, എന്ത് ഉറപ്പാണ് നൽകിയത്? उत्तरम लूसी मैडम ने छोटू को वादा किया कि वे छोटू को अपने साथ दिल्ली ले जाएंगी. ലൂസി മാഡം छोटूവിന് ഉറപ്പ് കൊടുത്തു, അവർ छोटूവിനെ തന്റെ കൂടെ ഡൽഹിയിൽ കൊണ്ടുപോകും. ചോദ്യം 5, രൺവിജയ് ബഹുത് പരേഷാൻ ഹുവാ ക്യോ. രൺവിജയ് വളരെയധികം പരിഭ്രാന്തനായി, എന്തുകൊണ്ട്? ഉത്തരം രൺവിജയ് കോ ഉസ്കെ സ്കൂൾ में भाषण देने के लिए कहा. രൺവിജയനോട് തന്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. വഹ अच्छी तरह हिंदी मालूम नहीं था. ഹിന്ദിയിലെ പ്രസംഗമായിരുന്നു, അവന് നന്നായി ഹിന്ദി അറിയില്ലായിരുന്നു. इसलिए वह परेशान हुआ. അതുകൊണ്ടാണ് അവൻ പരിഭ്രാന്തനായത്. ചോദ്യം 6, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരയും. മോഡൽ അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. രാഹുൽ രമേശ് കോ ദേഖ്താ ഥാ. അതിനെ മാറ്റി എഴുതിക്കുന്നത് രാഹുൽ രമേശ് കോ ദേഖാ കർത്താ ഥാ. ഇനി അനില സുനിത കോ ദേഖ്തി थी. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഉത്തരം അനില സുനിത കോ ദേഖാ കർത്തി थी. നിത്യത ബോധ ക്രിയ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ചോദ്യം 7, अयम कलाम फिल्म की प्रदर्शनी के संबंध में समाचार पत्र में एक समाचार आया, वह समाचार तैयार करें. അയാം കലാം എന്ന ഫിലിം പ്രദർശനത്തിനെ സംബന്ധിച്ച് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നു, ആ ന്യൂസ് തയ്യാറാക്കുക. അയാം കലാം ഫിലിം പ്രദർശൻ സാരേ ജഗഹോ മേ ഹൗസ്ഫുൾ. ഹെഡിംഗ് കൊടുത്തിരിക്കുന്നു. അയാം കലാം ഫിലിം പ്രദർശനം എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ. സ്ഥലം കൊടുക്കണം, നയി ദില്ലി അല്ലെങ്കിൽ സ്ഥാൻ എന്ന് കൊടുക്കുക. ആജ് രാഷ്ട്ര के अनेक थिएटरों में അയാം കലാം नामक फिल्म की प्रदर्शनी हुई. ഇന്ന് രാജ്യത്തിലെ അനേകം തിയേറ്ററുകളിൽ അയാം കലാം എന്ന ഫിലിമിന്റെ പ്രദർശനം നടന്നു. സുബഹ 5 बजे से लेकर रात तक 6 ഷോ हुए हैं. രാവിലെ 5 മണി മുതൽ രാത്രി വരെ 6 ഷോ ഉണ്ടായിരുന്നു. नील माधव पांडे की यह फिल्म सुपर हिट है, यह खबर सारी जगहों से मिलती है. നീൽ മാധവ് പാണ്ഡെയുടെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ള വാർത്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നു. സഭി തിയേറ്ററോ കെ ആകെ ലോഗോं की लंबी कतार देख पड़ा. എല്ലാ തിയേറ്ററുകൾക്ക് മുമ്പിൽ ആളുകളുടെ നീണ്ട നിര തന്നെ കാണപ്പെട്ടു. അനേക ലോഗ് ടിക്കറ്റ് ന മിൽനെ സെ നിരാശ ഹോക്കർ ലൗട്ട് ഗയേ थे. അനേകം ആളുകൾ ടിക്കറ്റ് കിട്ടാതിരുന്നതിനാൽ നിരാശരായി തിരിച്ചുപോയിക്കൊണ്ടിരുന്നു. उन्होंने निश्चय किया है कि कल बड़े सवेरे ही आएंगे और जरूर सिनेमा देखेंगे. അവർ നിശ്ചയിച്ച് ഉറപ്പിച്ചു പോയിരിക്കുകയാണ്, നാളെ അതിരാവിലെ വരുമെന്നും തീർച്ചയായും സിനിമ കാണുമെന്നും. ഈ ഫിലിം കം സെ കം 200 दिन यहाँ होगा. ഈ സിനിമ കുറഞ്ഞത് 200 ദിവസമെങ്കിലും ഉണ്ടാകും. एक महीने तक की टिकटें अभी बुक किया है. ഒരു മാസത്തേക്കുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചോദ്യം 8, മോർപാൽ की ചരിത്രഗത വിശേഷതാएं तैयार करें. മോർപാലിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഉത്തരം മോർപാൽ की ചരിത്രഗത വിശേഷതാएं. മോർപാലിന്റെ സ്വഭാവ വിശേഷതകൾ. മോർപാൽ ലേഖക് മിഹിർ പാണ്ഡെ के बचपन का दोस्त है. മോർപാൽ ലേഖകൻ മിഹിർ പാണ്ഡെന്റെ ബാല്യകാല സുഹൃത്താണ്.
वो बहुत गरीब हैं. മോർപാൽ വളരെ ദരിദ്രനാണ്. മോർപാൽ സദാ സ്കൂൾ യൂണിഫോം പഹനന പസന്ദ് കർത്താ था. മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഉസ്കോ രാജ്മാ ചാവൽ ബഹുത് പസന്ദ് था. അവന് രാജ്മാ ചാവൽ എന്ന ആഹാരം വളരെ ഇഷ്ടമായിരുന്നു. इसलिए वह मिहिर को छाछ देकर बदले में मिहिर से राजमा चावल खरीद कर खाता था. അവൻ മിഹിറിന് മോര് നൽകി പകരം മിഹിറിൽ നിന്ന് രാജ്മാ ചാവൽ വാങ്ങി കഴിച്ചിരുന്നു. स्कूल अपने घर से 15 किलोमीटर दूर पर है तो भी सारे दिन स्कूल में आया था. താൻ പഠിക്കുന്ന സ്കൂള് വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണെങ്കിലും എല്ലാ ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. साइकिल पर आते समय छाछ का डिब्बा बिना छलकाए लाने की होशियारी उसमें था. സൈക്കിളിൽ വരുമ്പോൾ മോര് പാത്രം തുളുമ്പാതെ കൊണ്ടുവരാനുള്ളതായ സാമർഥ്യം അവന് ഉണ്ടായിരുന്നു. वह स्कूल में बिताए समय को अपने बचपन का अच्छा समय मानता था. അവൻ സ്കൂളിൽ കഴിഞ്ഞിരുന്നതായ തന്റെ കുട്ടിക്കാലമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിട്ട് കരുതിയിരുന്നത്. मोरपाल को कमीज पैंट का एकमात्र जोड़ा था वह स्कूल की नीली खाकी യൂണിഫോം की थी. മോർപാലിന് ആകെ പാന്റും ഷർട്ടുമായിട്ടുണ്ടായിരുന്ന ജോഡി എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമായ നീലയും ഖാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രം ആയിരുന്നു. വ കമർത്തോട് മെഹനത് കർക്കെ ജീവൻ ബിതാതാ था. കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്നു അവൻ. സിർഫ് സ്കൂൾ ആത്തെ സമയ ഹി വ ബച്ച ബന സക്താ था. സ്കൂളിൽ വരുമ്പോൾ മാത്രമേ ഒരു കുട്ടി എന്നുള്ള അവസ്ഥയിൽ അവനെ ഇരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. अपनी गरीबी के कारण 8वीं कक्षा में स्कूल की पढ़ाई छोड़कर पिता के साथ खेत मजूरी करने में मजबूर होता है. തന്റെ ദാരിദ്ര്യം കാരണം 8ാം സ്റ്റാൻഡേർഡിൽ വെച്ച് സ്കൂൾ പഠനം അവസാനിപ്പിച്ച് അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിൽ നിർബന്ധിതൻ ആകുന്നു. ചോദ്യം 9. മോർപാൽ കൽസേ സ്കൂൾ നഹി ജായേഗാ. മോർപാൽ നാളെ മുതൽ സ്കൂളിൽ വരില്ല. വഹ് ബഹുത് ദുഃഖി ഹൈ. അവൻ വളരെ ദുഃഖിതനാണ്. ഈ സന്ദർഭത്തിൽ മോർപാൽ की ഡയറി തയ്യാർ കരീം. ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് മോർപാലിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരാ ദുഃഖി ദിൻ ഹൈ. ഇന്ന് എന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ്. ആജ് സവേരെ പിതാജിനെ കഹാ कि कल से स्कूल नहीं जाए. ഇന്ന് രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു നാളെ മുതൽ നീ സ്കൂളിൽ പോകണ്ട. മേരാ പരിവാർ ബഹുത് ഗരീബ് ഹെ. എന്റെ കുടുംബം വളരെ ദാരിദ്ര്യം ഉള്ളതാണ്, ദരിദ്രമാണ്. ഇസ്ലിയേ കൽ സേ പിതാജി കെ സാത്ത് ഖേത് മജൂരി കർനെ ജാനാ ഹെ. അതുകൊണ്ട് നാളെ മുതൽ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകണം. അബ് മേ 8वीं കക്ഷാ മേ ഹൂം. ഇപ്പൊ ഞാൻ 8ാം സ്റ്റാൻഡേർഡിലാണ്. മുझे ആകെ പഠനെ കാ ഷൗഖ് ഹെ. എനിക്ക് തുടർന്ന് പഠിക്കാനുള്ളതായ ആഗ്രഹം ഉണ്ട്. मैं स्कूल जाए बिना मिहिर को कैसे मिलूंगा. ഞാൻ സ്കൂളിൽ പോകാതിരുന്നാൽ മിഹിറിനെ എങ്ങനെ കാണും. मेरे दोस्तों में सबसे जिगरी दोस्त मिहिर ही है. എന്റെ കൂട്ടുകാരിൽ ആത്മാർത്ഥ സുഹൃത്ത് മിഹിർ തന്നെയാണ്. ഉസ്സെ രാജ്മാ ചാവൽ कैसे खाऊंगा. അവനിൽ നിന്ന് ഞാൻ രാജ്മാ ചാവൽ എങ്ങനെ കഴിക്കും. मेरे जैसे मिहिर भी दुखी होगा. എന്നെ പോലെ മിഹിറും വളരെ ദുഃഖിതനായിരിക്കും. मुझे सिर्फ एक जोड़ा नीली खाकी യൂണിഫോം ही थी. എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ ഒരു ജോഡി നീലയും ഖാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തബ് ഭി സാരേ ദിൻ സ്കൂൾ ജാനാ പസന്ദ് था. എന്നിട്ടും സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ആകെ മേ ക്യാ കരൂം. ഇനി ഞാൻ എന്ത് ചെയ്യും. 10ാമത്തെ ചോദ്യം സഹി മിലാൻ കരീം. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മിഹിർ യൂണിഫോം മോർപാൽ കോ ഛോട്ടു കോ ലൂസി मैडम वादा करती हैं. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ कलाम नाम से जानना पसंद था कि वे उसे दिल्ली ले जाएंगे. पहनना हमेशा ढाला करता. शादी में भी यूनिफॉर्म पहनना पसंद था. उत्तरम मिहिर यूनिफॉर्म पहनना हमेशा ढाला करता. മിഹിർ യൂണിഫോം ധരിക്കുന്നത് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഠാലക്കർണ അവഗണിക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പൊ മിഹിർ യൂണിഫോം ധരിക്കുന്നത് അവഗണിച്ചിരുന്നു, എപ്പോഴും അവഗണിച്ചിരുന്നു. മോർപാൽക്കോ ഷാദി മേ ഭി യൂണിഫോം പഹനന പസന്ദ. മോർപാലിന് വിവാഹത്തിന് പോലും യൂണിഫോം ധരിക്കുന്നത് ഇഷ്ടമായിരുന്നു. ഛോട്ടുക്കോ കലാം നാം സെ ജാനന പസന്ദ. ഛോട്ടുവിന് കലാം എന്ന പേരിൽ അറിയുന്നത് ഇഷ്ടമായിരുന്നു. ലൂസി മാഡം വാദ കർത്തി ഹേ കി വേ ഉസേ ദില്ലി ലേ ജായേംഗെ. ലൂസി മാഡം ഉറപ്പു നൽകുന്നു
അവർ അവനെ ഡൽഹിയിൽ കൊണ്ടുപോകും. 11ാമത്തെ ചോദ്യം, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ बिना छलकाए छाछ. ചോദ്യം, मोरपाल लाता था, मोरपाल रोज लाता था. ഉത്തരം രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. നമൂന 1, മോർപാൽ ലാത്താ ഥാ, മോർപാൽ റോസ് ലാത്താ ഥാ. മോർപാൽ കൊണ്ടുവന്നിരുന്നു, മോർപാൽ എല്ലാ ദിവസവും കൊണ്ടുവന്നിരുന്നു. മോർപാൽ റോസ് ഛാച്ച് ലാത്താ ഥാ, മോർപാൽ എല്ലാ ദിവസവും മോര് കൊണ്ടുവന്നിരുന്നു. മോർപാൽ റോസ് ബിനാ ശൽക്കായെ ഛാച്ച് ലാത്താ ഥാ, മോർപാൽ എല്ലാ ദിവസവും തുളുമ്പാതെ മോര് കൊണ്ടുവന്നിരുന്നു. രണ്ടാമത്തെ മോഡൽ, മോർപാൽ ലാത്താ ഥാ, മോർപാൽ റോസ് ലാത്താ ഥാ, മോർപാൽ റോസ് ബിനാ ശൽക്കായെ ലാത്താ ഥാ, മോർപാൽ റോസ് ബിനാ ശൽക്കായെ ഛാച്ച് ലാത്താ ഥാ. പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അയാം കലാം സിനിമ കാ നിദേശക് കോൻ ഹെ? അയാം കലാം എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? സംവിധായകൻ ആരാണ്? ഉത്തരം നീൽ മാധവ് പാണ്ഡെ. ചോദ്യം 2, ഛോട്ടുനെ കിസ്കോ പേട് പർ ചഠ്ന സിഖായ? ഛോട്ടു ആരെയാണ് മരത്തിൽ കയറാൻ പഠിപ്പിച്ചത്? ഉത്തരം ഛോട്ടുനെ രൺ വിജയ് കോ പേട് പർ ചഠ്ന സിഖായ. ഛോട്ടു രൺ വിജയനെയാണ് മരത്തിൽ കയറാൻ പഠിപ്പിച്ചത്. ചോദ്യം 3, ഖരാബ് പാനി മേ വിശേഷൺ ശബ്ദ കോൻ സാ ഹെ? ഖരാബ് പാനി എന്നുള്ളതിലെ വിശേഷണ പദം ആഡ്ജക്റ്റീവ് ഏതാണ്? ഉത്തരം ഖരാബ്. ചോദ്യം 4, ജിൻസെ മേ നിഹിത് സർവനാം ഔർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ? ജിൻസെ എന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രോനൗണും പ്രിപ്പോസിഷനും വേർതിരിച്ച് എഴുതുക. ഉത്തരം ജോ പ്ലസ് സേ ജിൻസെ. ജോ സർവനാം, സേ പ്രത്യയ. ചോദ്യം 5, മോർപാൽ കോ രവിവാർ ഹഫ്തെ കാ സബ്സെ ബുരാ ദിൻ ലഗാ ക്യോ? മോർപാലിന് ഞായറാഴ്ച ആഴ്ചയിലെ ഏറ്റവും മോശമായ ദിവസമായി തോന്നി, എന്തുകൊണ്ട്? ഉത്തരം മോർപാൽ കോ സ്കൂൾ ജാന ബഹുത് പസന്ദ് ഥാ. മോർപാലിന് സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. രവിവാർ കോ സ്കൂൾ മേ ഛുട്ടി थी. ഞായറാഴ്ച സ്കൂളിന് അവധിയായിരുന്നു. इसलिए उसको രവിവാർ ഹഫ്തെ കാ സബ്സെ ബുരാ ദിൻ ലഗാ. അതുകൊണ്ട് ഞായറാഴ്ച ആഴ്ചയിലെ ഏറ്റവും മോശമായ ദിവസമായിട്ട് അവന് തോന്നി. ചോദ്യം 6, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരെ? മാതൃക അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതുക. യേ ചിട്ടി ജറൂർ ദേഗാ, യേ ചിട്ടി ജറൂർ ദേംഗെ. യഹ് എന്നുള്ളത് ഏകവചനവും യേ എന്നുള്ളത് ബഹുവചനവുമാണ്. അപ്പൊ ബഹുവചനമായപ്പോൾ ആ വാക്യം എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ ലക്കി പാഠ് പഠേഗി, ലക്കി ഏകവചനമാണ്. ഇതിന്റെ ബഹുവചനം ആയി വരുമ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി, ഈ വാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലക്കിയാം പാഠ് പഠേങ്കി. ചോദ്യം 7, അയാം കലാം സിനിമ കെ അന്ത് മേ ഛോട്ടു കാ സപ്ന സാകാർ ഹോത്താ ഹെ? അയാം കലാം എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് ഛോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇസ്കെ ബാരെ മേ ഛോട്ടു കി ഡയറി തയ്യാർ കരെ? ഇതിനെ സംബന്ധിച്ച് ഛോട്ടുവിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ അവിസ്മരണീയ ദിൻ ഹെ? ഇന്നെന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. വർഷോ സെ ഹോനെ വാല മേരാ സപ്ന ആജ് സഫൽ ഹുവ? വർഷങ്ങളായി ഉണ്ടായിരുന്ന എന്റെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു, സഫലമായി. മേരി ഇച്ഛാ ഥി കി ദില്ലി ജാക്കർ കലാം ജി സെ മിൽന? എന്റെ ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോയി കലാമിനെ കാണുക എന്നത്. വിദേശി ടൂറിസ്റ്റ് ലൂസി മാഡം ने मुझसे कहा था कि वे मुझे दिल्ली ले जाएंगे. വിദേശി ടൂറിസ്റ്റായ ലൂസി മാഡം എന്നോട് പറഞ്ഞിരുന്നു അവർ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോകും. കലാം ജി സെ മിൽനെ കാ അവസർ ഭി ദേംഗി? കലാമിനെ കാണുന്നതിനുള്ളതായ അവസരവും നൽകും. ഉസ് സമയ തക് ഇന്തസാർ കർനെ കി ക്ഷമ മുझे नहीं थी. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല. इसलिए मैं अकेला दिल्ली गया. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി. രാസ്തേ में बहुत मुश्किलें हुई. വഴിയിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി. കലാം ജി കെ നാം പർ ലിഖി ചിട്ടി മേരി ജേബ് में थी. കലാമിന്റെ പേരിൽ എഴുതിയതായ കത്ത് എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. വ കലാം ജി കെ
ഹാത്ത് മേ ദേനാ ചാഹ, അത് കലാമിന്റെ കയ്യിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആജ് വ സഫൽ ഹുവ, ഇന്ന് അത് സഫലമായി. കലാം ജി കെ സാത്ത് ഖഡേ ഹോക്കർ ഏക് ഫോട്ടോ ഭി ലിയ, കലാം ജിയോട് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോയും എടുത്തു. ഈ അനുഭവം മേ കേസെ ലിഖൂം, ഈ എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെ എഴുതും? വർണ്ണനാതീത് ഹേ, വർണ്ണനയ്ക്കും അപ്പുറത്താണ്. എട്ടാമത്തെ ചോദ്യം, ഛോട്ടു യാ കലാം കി ചരിത്രഗത വിശേഷതായെ തയ്യാർ കരേ. ഇവിടെ കലാം എന്നറിയപ്പെടുന്നത് ഛോട്ടു അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പേരാണ്. ഛോട്ടുവിന്റെ സ്വഭാവ വിശേഷതകൾ തയ്യാറാക്കുക. उत्तरम छोटू या कलाम की चरित्रगत विशेषताएं। अयाम कलाम नामक फिल्म का नायक पात्र है छोटू उर्फ कलाം. അയാം കലാം എന്ന സിനിമയിലെ നായക കഥാപാത്രമാണ് കലാം എന്ന പേര് അറിയപ്പെടുന്നതായ छोटू. छोटू ढाणी में एक चाय की दुकान में काम करता है. छोटू ढाणीയിലെ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്നു. वो बहुत गरीब है, അവൻ വളരെ ദരിദ്രനാണ്. स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना उसका सपना था. സ്കൂളിൽ പോവുക എന്നുള്ളതും ടിവിയിൽ കാണുന്ന നീണ്ട തലമുടിയോടുകൂടിയതായ രാഷ്ട്രപതി കലാമിനെ പോലെ ആയിത്തീരുക എന്നുള്ളതായിരുന്നു അവന്റെ സ്വപ്നം. वो स्वयं अपना नाम कलाम रख लेता है. അവൻ സ്വയം തന്റെ പേര് കലാം എന്ന് ആക്കുന്നു. कलाम या छोटू का दोस्त ठाणी के റാണ का बेटा रणविजय था. കലാം അല്ലെങ്കിൽ ഛോട്ടുവിന്റെ കൂട്ടുകാരൻ ഠാണിയിലെ രാജാവിന്റെ മകനായ रणविजय ആയിരുന്നു. रणविजय से उसको सच्ची दोस्ती थी. रणविജയുമായി അവന് വളരെ നല്ല സൗഹൃദം ആയിരുന്നു, ആത്മാർത്ഥ സൗഹൃദം ആയിരുന്നു. सच्ची दोस्ती के कारण राणा के कारिंदों की चोरी करने के झूठे आरोप को भी वो सहन करता है. അവനുമായിട്ടുള്ള യഥാർത്ഥ സൗഹൃദം കാരണം റാണയുടെ ഉദ്യോഗസ്ഥർ തന്നിൽ മോഷണ കുറ്റം ആരോപിച്ചപ്പോൾ അതെല്ലാം അവൻ സഹിക്കുന്നു. छोटू जिनको परिचय करता है उनका दिल जीत लेता है. छोटू ആരെയൊക്കെ പരിചയപ്പെട്ടാലും അവരുടെ എല്ലാം മനസ്സ് കീഴടക്കുന്നു. छोटू कोई भी भाषा जल्दी सीख लेता है. छोटू ഏത് ഭാഷയും വേഗം പഠിച്ചെടുക്കുന്നു. एक अवसर पर रणविजय के लिए एक अच्छा भाषण तैयार कर देता है. ഒരു സമയം रणविजयന് വേണ്ടി നല്ലൊരു പ്രസംഗം തയ്യാറാക്കി കൊടുക്കുകയും और इसी से रणविजय को प्रथम पुरस्कार मिलता है. ഈ കാരണത്താൽ रणविजयന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു. छोटू अनेक कठिनाइयां सहकर अकेला दिल्ली जाकर राष्ट्रपति कलाम से मिलता है. छोटू വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി രാഷ്ട്രപതി കലാമിനെ കാണുകയും और उसको अपनी पसंद के स्कूल जाने का मौका भी मिलता है. തനിക്ക് ഇഷ്ടമുള്ളതായ സ്കൂളിൽ പോകാനുള്ളതായ അവസരം കിട്ടുകയും ചെയ്യുന്നു. ചോദ്യം 9. അയാം കലാം ഫിലിം में छोटू का सपना साकार होता है. അയാം കലാം എന്ന ഫിലിമിൽ ഛോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. इसके आधार पर समाचार तैयार करें. ഈ കാര്യത്തെ അടിസ്ഥാനമാക്കി ഒരു ന്യൂസ് തയ്യാറാക്കുക. ഉത്തരം ഗരീബ് ബാലക സപ്ന പൂരാ ഹുവ. ദരിദ്രനായ ബാലന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. സ്ഥാൻ ചായ് की दुकान में काम करने वाला एक गरीब बालक का सपना पूरा हुआ. ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന ദരിദ്രനായ ഒരു ബാലന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. छोटू उर्फ कलाम का सपना था स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम साहब बनना. കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവിന്റെ സ്വപ്നം ഇതായിരുന്നു, സ്കൂളിൽ പോവുക എന്നുള്ളതും ടിവിയിൽ കാണുന്ന നീണ്ട തലമുടിയോടുകൂടിയ രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക. സ്കൂൾ में पढ़ाई करने के लिए उसको बड़ा शौक था. സ്കൂളിൽ പഠിക്കുന്നതിന് അവന് വളരെ ഇഷ്ടമായിരുന്നു. चाय की दुकान में काम करते समय विदेशी टूरिस्ट लूसी मैडम से परिचय हुआ. ചായക്കടയിൽ ജോലി ചെയ്തിരുന്നായ സമയം വിദേശി ടൂറിസ്റ്റായ ലൂസി മാഡമിനെ പരിചയപ്പെട്ടു. उन्होंने छोटू को दिल्ली ले जाने का वादा किया था. അവർ ഛോട്ടുവിനെ ഡൽഹിയിൽ കൊണ്ടുപോകാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. लेकिन छोटू अकेला ही दिल्ली गया. എന്നാൽ ഛോട്ടു ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി. रास्ते में बहुत मुश्किलें हुई. വഴിയിൽ അവന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
अंत में कलाम जी से मिला, അവസാനം कलाम जिയെ കണ്ടു. कलाम जी ने छोटू की पढ़ाई के लिए सहायता करने का वादा किया. കലാം ജി ഛോട്ടുവിന്റെ പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പു നൽകി. ഛോട്ടു കലാം ജി സെ ബഹുത് ആഭാരി ഹെ. ഛോട്ടു കലാം ജിയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. ചോദ്യം 10 സഹി മിലാൻ കരീം. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നീൽ മാധവ് പാണ്ഡെ, മോർപാൽ, മിഹിർ, ഛോട്ടു. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ രാജ്മ ചാവൽ, കലാം, അയാം കലാം, ഛാച്ച്. ഉത്തരം നീൽ മാധവ് പാണ്ഡെ. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തി ചേരുന്നത് നീൽ മാധവ് പാണ്ഡെ, അയാം കലാം, മോർപാൽ, ഛാച്ച്, മിഹിർ, രാജ്മ ചാവൽ, ഛോട്ടു, കലാം. ചോദ്യം 11 कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ ढाणी की, चाय की. ചോദ്യം छोटू काम करता है, छोटू दुकान में काम करता है. ഉത്തരം രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. छोटू काम करता है, छोटू ജോലി ചെയ്യുന്നു. छोटू दुकान में काम करता है, छोटू കടയിൽ ജോലി ചെയ്യുന്നു. छोटू ढाणी की दुकान में काम करता है, छोटू ढाणीയിലെ കടയിൽ ജോലി ചെയ്യുന്നു. छोटू ढाणी की चाय की दुकान में काम करता है, छोटू ढाणीയിലെ ചായക്കടയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോഡൽ छोटू काम करता है, छोटू दुकान में काम करता है, छोटू चाय की दुकान में काम करता है, छोटू ढाणी की चाय की दुकान में काम करता है. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായി കൊടുത്തിരിക്കുന്ന ഒരു വ്യാകരണ ഭാഗമുണ്ട്. അതാണ് നിത്യതാബോധ ക്രിയ. നിത്യതാബോധ ക്രിയയിൽ നമ്മൾ ഓരോ വാക്യം, ആ വാക്യത്തെ നിത്യതാബോധ ക്രിയയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. മേ സ്കൂൾ ജാനമേ റോത്ത. ഞാൻ സ്കൂളിൽ പോകുന്നതിന് കരയുമായിരുന്നു. പ്രധാന ക്രിയയായ റോത്ത എന്നുള്ളതിൽ നിന്ന് അതിനെ സാമാന്യ ഭൂതകാല ക്രിയാരൂപം, അതിന്റെ പുല്ലിംഗ ഏകവചന രൂപത്തിലേക്ക് മാറ്റിയതിനു ശേഷം ആ ക്രിയാധാതുവിൽ നിന്ന് നമ്മൾ മാറ്റി എടുത്തതായ കാര്യത്തെ ഖർ എന്ന ക്രിയാധാതുവിലേക്ക് യോജിപ്പിക്കുക. ഉദാഹരണം മേ സ്കൂൾ ജാനമേ റോത്ത, മേ സ്കൂൾ ജാനമേ റോയ കർത്ത. റോ എന്ന ക്രിയാധാതുവിനെ നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയരൂപത്തിലേക്ക്, അതിന്റെ പുല്ലിംഗ ഏകവചന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ റോയ. ഇത് സബ്ജക്റ്റ് ഏത് തന്നെ ആയാലും നമ്മള് പ്രധാന ക്രിയ പുല്ലിംഗ ഏകവചന രൂപത്തിൽ, അതായത് ഭൂതകാലത്തിന്റെ, സാമാന്യ ഭൂതകാലത്തിന്റെ പുല്ലിംഗ ഏകവചന രൂപത്തിലേക്ക് മാറ്റണം. പിന്നെ സബ്ജക്റ്റിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കർ എന്ന ക്രിയാധാതുവിലാണ് ഉൾപ്പെടുത്തേണ്ടത്. 2 പാനി ഭർ ജാനെ സെ ഛുട്ടി ഹോത്തി. പാനി ഭർ ജാനെ സെ ഛുട്ടി ഹോ ജായ കർത്തി. ഇവിടെ ഛുട്ടി എന്നുള്ളതിനാണ് പ്രാധാന്യം, അതുകൊണ്ട് ഛുട്ടി സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് കർത്തി എന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു. राहुल रास्ते पर गणेश को देखता था. राहुल रास्ते पर गणेश को देखा करता था. ഈ നാലാമത്തേത് ലതിക രാസ്തെ पर अनिला को देखती थी. ലതിക രാസ്തെ पर अनिला को देखा करती थी. ഇവിടെ ലതിക എന്നുള്ളതുകൊണ്ട് ദേഖ എന്നുള്ളതിന് മാറ്റം വരേണ്ട കാര്യമില്ല. എന്നാൽ കർ എന്നുള്ള ക്രിയാധാതുവിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അഞ്ചാമത്തേത് മിഹിർ ഘർ पर नाचता. ഉത്തരം മിഹിർ ഘർ पर नाचा करता. അടുത്തത് മേ സ്കൂൾ की യൂണിഫോം से हमेशा छिड़ता. ഉത്തരം മേ സ്കൂൾ की യൂണിഫോം से हमेशा छिड़ा करता. ഏഴാമത്തേത് മേ സ്കൂൾ की യൂണിഫോം पहनना हमेशा ढालता. ഉത്തരം മേ സ്കൂൾ की യൂണിഫോം पहनना हमेशा ढाला करता. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിറം മാറ്റി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ അയാം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെട്ടത്. തുടർന്ന് ഇനിയും 2 വീഡിയോകളിലായി 4 മുതൽ 10 വരെയുള്ളതായ വർക്ക്ഷീറ്റുകൾ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക, നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുക. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. പാഠവുമായി ബന്ധപ്പെട്ടുള്ള 4 മുതൽ 6 വരെയുള്ള വർക്ക്ഷീറ്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.
ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അയാം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള 3 വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടിരുന്നു. അതിനെ തുടർന്നുള്ള മറ്റ് 7 വർക്ക്ഷീറ്റുകളിൽ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത 3 വർക്ക്ഷീറ്റുകൾ പരിചയപ്പെടുന്നു. 4ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, മിഹിർ കാ മിത്ര കോൻ ഹെ? മിഹിറിന്റെ കൂട്ടുകാരൻ ആരാണ്? ഉത്തരം, മിഹിർ കാ മിത്ര മോർപാൽ ഹെ. മിഹിറിന്റെ കൂട്ടുകാരൻ മോർപാൽ ആണ്. ചോദ്യം 2, അയാം കലാം ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ? അയാം കലാം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം, അയാം കലാം ഫിലിം കെ മുഖ്യ പാത്ര छोटू या कलाम और रणविजय है. അയാം കലാം എന്ന ഫിലിമിലെ പ്രധാന കഥാപാത്രങ്ങൾ കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവും രൺവിജയുമാണ്. ചോദ്യം 3, ബഹുത് ലോഗ് മേ വിശേഷൺ ശബ്ദ കോൻ സാ ഹെ? ബഹുത് ലോഗ് എന്നതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം, ബഹുത്. ചോദ്യം 4, ഉൻകാ മേനെ സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ? ഉൻക എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം, വേ പ്ലസ് കാ ഉൻക. വേ സർവനാം, കാ പ്രത്യയ. ചോദ്യം 5, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരയും? മോഡൽ അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതുക. രമേശ് സാരേ ദിൻ പഠ്താ ഹേ? അതിനെ നിത്യതാ ബോധ ക്രിയാരൂപത്തിലേക്ക് മാറ്റുമ്പോൾ രമേശ് സാരേ ദിൻ പഠാ കർത്താ ഹേ. അതുപോലെ നീന സാരേ ദിൻ നാച്തി ഹേ എന്നുള്ളതിനെ മാറ്റുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതാണ് ചോദ്യം. നീന സാരേ ദിൻ നാച്ച കർത്തി ഹേ. നിത്യതാബോധ ക്രിയയെ സംബന്ധിച്ചുള്ള മറ്റു കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. 6ാമത്തെ ചോദ്യം, മിഹിർ യാ ലേഖക് കോ സ്കൂൾ മേ ബിതായെ സമയ കോ അപ്നെ ബച്പൻ കാ സബ്സെ ഖരാബ് സമയ സമജാ ക്യോ? ലേഖകന് സ്കൂളിൽ ചെലവിട്ടിരുന്നതായ സമയം തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശമായ സമയമായിട്ട് തോന്നിയിരുന്നു. എന്തുകൊണ്ട്? ഉത്തരം, മിഹിർ യാ ലേഖക് കോ സ്കൂൾ മേ ജാന പസന്ദ് നഹീ ഥാ? മിഹിറിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല. इसलिए उसको स्कूल में बिताए समय को अपने बचपन का सबसे खराब समय समझा. അതുകൊണ്ട് സ്കൂളിൽ ചെലവിട്ടിരുന്നതായ സമയം തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശമായ സമയമായിട്ട് മിഹിറിന് തോന്നി. ചോദ്യം 7, रणविजय की ചരിത്രഗത വിശേഷതായെ തയ്യാർ കരേ? रणविजयന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഉത്തരം, रणविजय की ചരിത്രഗത വിശേഷതായെ रणविजय अयाम कलाम नामक फिल्म का दूसरा पात्र है. रणविजय अयाम कलाम എന്ന ഫിലിമിലെ മറ്റൊരു കഥാപാത്രമാണ്. रणविजय ढाणी के राणा का बेटा है. रणविजय ढाണിയിലെ രജപുത്ര രാജാവിന്റെ മകനാണ്. वह चाय की दुकान में काम करने वाला गरीब छोटू की दोस्ती पसंद करता था. അവൻ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന ദരിദ്രനായ ഛോട്ടുവിന്റെ സൗഹൃദം ഇഷ്ടപ്പെട്ടിരുന്നു. സദാ ഛോട്ടു കെ സാത്ത് രഹനെ കെ ലിയെ ചാഹതാ ഹെ. അവൻ എപ്പോഴും ഛോട്ടുവിനോട് ഒപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. ഛോട്ടു സെ സഹായത ലേനെ കെ ലിയെ ഭി ബഹുത് തൽപർ ഹെ. ഛോട്ടുവിൽ നിന്ന് സഹായം തേടാനും അവൻ താല്പര്യം ഉള്ളവനാണ്. रणविजय छोटू को घुड़सवारी सिखाता है. रणविजय छोटूने കുതിര സവാരി പഠിപ്പിക്കുന്നു. और छोटू से पेट पर चढ़ना सीखता है. छोटूവിൽ നിന്ന് മരത്തിൽ കയറാനായിട്ട് പഠിക്കുന്നു. वह हिंदी पढ़ने में होशियार नहीं है. അവൻ ഹിന്ദി പഠിക്കുന്നതിൽ അത്ര മിടുക്കനല്ല. रणविजय हिंदी में भाषण प्रतियोगिता के लिए छोटू से सहायता लेने को नहीं सोचता है. रणविजय ഹിന്ദി പ്രസംഗ മത്സരത്തിന് വേണ്ടി ഛോട്ടുവിൽ നിന്ന് സഹായം തേടുന്നതിൽ യാതൊരു സങ്കോചവും പ്രകടിപ്പിക്കുന്നില്ല. അതഹ ഉസ്കോ പ്രഥം പുരസ്കാർ മിൽത്താ ഹെ. അതുകൊണ്ട് അവന് 1ാം സ്ഥാനം ലഭിക്കുന്നു. रणविजय अपना मित्र छोटू को अपनी चीजें भी देता है. रणविजय തന്റെ കൂട്ടുകാരനായ ഛോട്ടുവിന് തന്റെ വസ്തുക്കൾ നൽകുകയും ചെയ്യുന്നു. 8ാമത്തെ ചോദ്യം, ഗരീബി വിഷയ പർ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ? ഗരീബി എന്ന
വിഷയത്തെ സംബന്ധിച്ചുള്ള മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക. ഉത്തരം ദേശ് കി ഉന്നതിക്ക് ലിയെ ഗരീബി ദൂർ കർണി ചാഹിയെ. രാഷ്ട്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി ദാരിദ്ര്യം ഇല്ലാതാക്കണം. രാഷ്ട്ര നിർമ്മാൺ കെ ലിയെ ഗരീബി ഹഠായ്. രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ദാരിദ്ര്യം അകറ്റുക. ഗരീബി ദേശ് കെ സർവനാശ കാ കാരണം ബൻതാ ഹെ. ദാരിദ്ര്യം രാജ്യത്തിന്റെ സർവനാശത്തിന് കാരണമായി തീരുന്നു. ഏക് നാഗരിക് കാ കർത്തവ്യ ഹെ ഗരീബി ഹഠാന. ഓരോ പൗരന്റെയും കടമയാണ് ദാരിദ്ര്യം അകറ്റുക എന്നുള്ളത്. ഗരീബി ഹഠാനയ്ക്ക് ലിയെ സക്രിയ ഭാഗീദാരി കരേ. ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പങ്കാളികൾ ആകുക. ഗൃഹ മന്ത്രാലയ നയി ദില്ലി. ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്ന അതോറിറ്റിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. ഗൃഹമന്ത്രാലയം എന്നുള്ളതിന്റെ അർത്ഥം ആഭ്യന്തര മന്ത്രാലയം. ചോദ്യം 9. रण विजय से उसके स्कूल में भाषण देने के लिए कहा. रण വിജയനോട് തന്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു, ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. വ പരേശാൻ ഹുവ. അവൻ പരിഭ്രാന്തനായി. ലേക്കിൻ ഛോട്ടുവിനെ ഉസ്കി സഹായത കി. എന്നാൽ ഛോട്ടു അവനെ സഹായിച്ചു. इसके बारे में रण विजय की ഡയറി തയ്യാർ കരേ. ഇതിനെ സംബന്ധിച്ച് रण വിജയന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയെ ഖുഷി കാ ദിൻ ഹെ. തീയതി ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. മുझे ഹിന്ദി ഭാഷൺ में പ്രഥം പുരസ്കാർ മില. എനിക്ക് ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനം കിട്ടി. മേരാ ദോസ്ത് ഛോട്ടു സെ മേ ആഭാർ ഹൂം. എന്റെ കൂട്ടുകാരൻ ഛോട്ടുവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. पिछले दिन मेरे अध्यापक जी ने कहा कि कल हिंदी में भाषण देना है. കഴിഞ്ഞ ദിവസം എന്റെ അധ്യാപകൻ പറഞ്ഞു നാളെ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന്. मैं परेशान हुआ. ഞാൻ പരിഭ്രാന്തനായി. क्योंकि मैं हिंदी नहीं जानता. കാരണം എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. आप क्या करूं. ഇനി എന്ത് ചെയ്യും. इसी चिंता से बहुत समय बीत गया. ഈ ചിന്തയാൽ വളരെ സമയം കടന്നുപോയി. इतने में मुझे छोटू की याद आई. അപ്പോഴേക്കും എനിക്ക് ഛോട്ടുവിനെ ഓർമ്മ വന്നു. വ അച്ഛി തരഹ ഹിന്ദി ജാൻതാ ഹെ. അവന് നന്നായി ഹിന്ദി അറിയാം. मैंने जल्दी उसके पास जाकर मेरा हाल बताया. ഞാൻ വേഗം തന്നെ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ അവസ്ഥ പറഞ്ഞു. उसने मुझे आश्वासन दिया. അവൻ എന്നെ ആശ്വസിപ്പിച്ചു. ഹിന്ദി में एक अच्छा भाषण भी लिख दिया. ഹിന്ദിയിൽ ഒരു നല്ല പ്രസംഗവും എഴുതി തന്നു. मैंने ये भाषण पढ़कर प्रस्तुत किया. ഞാൻ ഈ പ്രസംഗം പഠിച്ച് അവതരിപ്പിച്ചു. मेरा भाषण सुनकर वहां बैठे सब ने तालियां बजाई. എന്റെ പ്രസംഗം കേട്ട് അവിടെ ഇരുന്ന എല്ലാവരും കൈകൊട്ടി. मैंने मुख्य अतिथि से हिंदी भाषण का प्रथम पुरस्कार स्वीकार किया. ഞാൻ മുഖ്യ അതിഥിയിൽ നിന്ന് 1ാം സ്ഥാനത്തിനുള്ള സമ്മാനം സ്വീകരിച്ചു. ഛോട്ടു നഹി ഹോത്താ തോ ക്യാ ഹോത്താ. ഛോട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂംഗ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അടുത്ത ചോദ്യം സഹി മിലാൻ കറിയും. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ रण विजय, मिहिर, मोरपाल, छोटू या कलाम. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ चाय की दुकान में काम करने वाला, किसान का पुत्र, राणा का बेटा, लेखक. ഉത്തരം रण विजय റാണ का बेटा. रण विजय റാണയുടെ മകൻ. മിഹിർ ലേഖക്. മോർപാൽ കിസാൻ കാ പുത്ര. മോർപാൽ കർഷകന്റെ മകൻ. छोटू या कलाम चाय की दुकान में काम करने वाला. छोटू अथवा कलाम ചായക്കടയിൽ ജോലി ചെയ്യുന്ന ആൾ. 11ാമത്തെ ചോദ്യം कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ब्रैकेट छोटू की जैसे अच्छी तरह. ചോദ്യം रण विजय नहीं जानता है, रण विजय हिंदी नहीं जानता है. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നാമത്തെ മോഡൽ रण विजय नहीं जानता है. रण വിജയന് അറിയില്ല. रण विजय हिंदी नहीं जानता है. रण विजय ने हिंदी അറിയില്ല. रण विजय अच्छी तरह हिंदी नहीं जानता है. रण വിജയന് നന്നായി ഹിന്ദി അറിയില്ല. रण विजय छोटू की जैसे अच्छी तरह हिंदी नहीं जानता है. रण വിജയന് ഛോട്ടുവിനെ പോലെ നന്നായി ഹിന്ദി അറിയില്ല. രണ്ടാമത്തെ മോഡൽ रण विजय नहीं जानता है, रण विजय हिंदी नहीं जानता है. रण विजय छोटू के जैसे हिंदी नहीं जानता है. रण विजय छोटू के जैसे अच्छी तरह हिंदी नहीं जानता है. അഞ്ചാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം കിസ്കോ ഛാഛ് ബഹുത് പസന്ദ് ഥാ. ആർക്കായിരുന്നു മോര് വളരെ ഇഷ്ടമായിരുന്നത്. ഉത്തരം ലേഖകോ ഛാഛ് ബഹുത് പസന്ദ് ഥാ. ലേഖക് അല്ലെങ്കിൽ മിഹിറിന്
മോര് വളരെ ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, മോർപാൽ को घर से स्कूल तक कितने किलोमीटर साइकिल चलाना पड़ता था? മോർപാലിന് വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്ര കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിക്കണമായിരുന്നു? ഉത്തരം, മോർപാൽ को घर से स्कूल तक 15 किलोमीटर साइकिल चलाना पड़ता था. മോർപാലിന് വീട്ടിൽ നിന്ന് സ്കൂൾ വരെ 15 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിക്കണമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, നയാ ജീവൻ മേ വിശേഷൺ ശബ്ദ കോൻ സാ ഹെ? നയാ ജീവൻ എന്നുള്ളതിലെ വിശേഷണ പദം ഏതാണ്? ഉത്തരം, നയ. ചോദ്യം 4, ഹമാര മേ നിഹിത് സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖേ? ഹമാര എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം, ഹം പ്ലസ് കാ ഹമാര. ഹം സർവനാം, കാ പ്രത്യയ. ചോദ്യം 5, फिल्म के नायक कलाम को छोटू नाम से क्यों बुलाते हैं? ഫിലിമിലെ നായകനായ കലാമിനെ छोटू എന്ന പേരിൽ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഉത്തരം, ठाणी पर काम करने वाले सारे बच्चों को छोटू नाम से बुलाते हैं. അതായത് ഠാണി എന്ന പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാ കുട്ടികളെയും छोटू എന്ന പേരിലാണ് വിളിക്കുന്നത്. इसलिए वे फिल्म के नायक कलाम को भी छोटू नाम से बुलाते हैं. അതുകൊണ്ട് അവർ ഫിലിമിലെ നായകനായ കലാമിനെയും छोटू എന്ന പേരിൽ വിളിക്കുന്നു. ആറാമത്തെ ചോദ്യം, മോർപാൽ കേസെ ഛാച്ച് ലാത്താ था? മോർപാൽ എങ്ങനെയായിരുന്നു മോര് കൊണ്ടുവന്നിരുന്നത്? ഉത്തരം, മോർപാൽ अपने गांव से स्कूल तक 15 किलोमीटर दूर साइकिल पर छाछ का डिब्बा बिना छलकाए लाता था. മോർപാൽ തന്റെ ഗ്രാമത്തിൽ നിന്ന് സ്കൂൾ വരെയുള്ളതായ 15 കിലോമീറ്റർ ദൂരം സൈക്കിളിൽ മോര് പാത്രം തുളുമ്പാതെ കൊണ്ടുവന്നിരുന്നു. ഏഴാമത്തെ ചോദ്യം, നമൂനയ്ക്ക് അനുസാർ വാക്യ കാ പുനർലേഖൻ കരീം. സ്ത്രീയാ പാനി ഭർത്തി ഹെ, അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് സ്ത്രീയാ പാനി ഭരാ കർത്തി ഹെ. അതുപോലെ ഖുഷി ഹോനെ പർ കവിത ലിഖ്തി ഹെ എന്നുള്ളതിനെ മാറ്റി എഴുതിയാൽ എങ്ങനെയാകും? ഉത്തരം, ഖുഷി ഹോനെ പർ കവിത ലിഖാ കർത്തി ഹെ. ചോദ്യം 8, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠനം 8ാം സ്റ്റാൻഡേർഡിൽ വെച്ച് അവസാനിക്കുന്നു. इस विषय पर मिहिर और मोरपाल के बीच बातचीत तैयार करें. ഈ വിഷയത്തെ സംബന്ധിച്ച് മിഹിറും മോർപാലും തമ്മിലുള്ളതായ സംഭാഷണം തയ്യാറാക്കുക. ഉത്തരം, മിഹിർ, നമസ്തേ മോർപാൽ. നമസ്കാരം മോർപാൽ. മോർപാൽ, നമസ്തേ. മിഹിർ, തും ക്യോं ഉദാസീൻ ഹോ? ബതാओ मुझसे क्या बात है? മിഹിർ പറയുകയാണ്, നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്നോട് പറയൂ, എന്താ കാര്യം? മോർപാൽ, തുംസെ छिपाने को कुछ नहीं है, कल से मैं स्कूल नहीं आऊंगा. നിന്നോട് ഒളിക്കാൻ ഒന്നുമില്ല, നാളെ മുതൽ ഞാൻ സ്കൂളിൽ വരില്ല. മിഹിർ, ക്യാ? തുമ്നെ ക്യാ ബതായ? എന്താ നീ എന്താ പറഞ്ഞത്? മോർപാൽ, ठीक ही कहा है मिहिर. വാസ്തവം തന്നെയാണ് പറഞ്ഞത് മിഹിർ. മിഹിർ, फिर तुम क्या करने जा रहे हो? നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? മോർപാൽ, कल से पिताजी को खेती में सहायता करने जाऊंगा. നാളെ മുതൽ അച്ഛനെ കൃഷിയിൽ സഹായിക്കുന്നതിന് വേണ്ടി പോകും. മിഹിർ, തുമ്കോ സ്കൂൾ ആനാ ബഹുത് പസന്ദ് ഹേ നാ? നിനക്ക് സ്കൂളിൽ വരാൻ വലിയ ഇഷ്ടമായിരുന്നില്ലേ? മോർപാൽ, പസന്ദ് ഹേ ലേക്കിൻ മേ മജ്ബൂർ ഹൂം. ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നിസ്സഹായനാണ്. മിഹിർ, മുझे സ്കൂൾ ആനാ പസന്ദ് नहीं है, कल से तुम भी नहीं हो तो? എനിക്കാണെങ്കിൽ സ്കൂളിൽ വരാൻ ഇഷ്ടമില്ല, നാളെ മുതൽ നീ കൂടി ഇല്ല എങ്കിൽ? മോർപാൽ, कोई बात नहीं, अच्छी तरह पढ़ो, हम फिर मिलेंगे. ഒരു കുഴപ്പമില്ല, നന്നായി പഠിക്കോ, നമുക്ക് വീണ്ടും കാണാം. മിഹിർ, ठीक है മോർപാൽ. ശരി മോർപാൽ. ചോദ്യം 9, റാണ के കാര്യന്തോ ने छोटू पर चोरी का आरोप लगाया. റാണയുടെ ഉദ്യോഗസ്ഥർ छोटूവിന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. छोटू बहुत दुखी हुआ. छोटू വളരെ ദുഃഖിതനായി. इस घटना के आधार पर छोटू की डायरी तैयार करें. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി छोटूവിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം, താരീഖ്, ആജ് മേരെ ലിയേ ദുഃഖ് കാ ദിൻ ഹേ. തീയതി, ഇന്നെന്നെ സംബന്ധിച്ച് വളരെ സങ്കടത്തിന്റെ ദിവസമാണ്. ആജ് ഠാണിക്കെ റാണാക്കെ കാര്യന്തേ മേരെ ഘർ മേ ആയേ. ഇന്ന് ഠാണിയിലെ റാണയുടെ ഉദ്യോഗസ്ഥർ എന്റെ വീട്ടിൽ വന്നു. യഹാ തലാശി ലേനെ പർ ഉൻകോ കുംവർ രൺ വിജയ് കി ചീസേ മിലി. ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് രൺവിജയ രാജകുമാരന്റെ വസ്തുക്കൾ കിട്ടി. ഈ ചീസെ മേരെ ലിയേ രൺവിജയ് ने ही दी थी. ഈ വസ്തുക്കൾ രൺവിജയ് തന്നെ എനിക്ക് നൽകിയതായിരുന്നു. ലേക്കിൻ റാണാക്കെ കാര്യം തന്നെ മുझ पर चोरी का आरोप लगाया. എന്നാൽ റാണയുടെ ഉദ്യോഗസ്ഥർ
എന്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. മുझे उनसे सजा मिली, എനിക്ക് അവരിൽ നിന്ന് ശിക്ഷ കിട്ടി. मैंने नहीं बताया कि ये चीजें रणविजय ने मुझे दी हैं, ഞാൻ അവരോട് പറഞ്ഞില്ല ഇവയെല്ലാം रणविजय എനിക്ക് തന്നതാണ്. ये बताएं तो रणविजय को मेरी दोस्ती के नाम पर दंड मिलेगा, ഞാനിത് പറഞ്ഞാൽ रणविजयന് ഞാനുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ശിക്ഷ ലഭിക്കും. इसलिए मैं चुपके से दंड स्वीकार किया, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ശിക്ഷ സ്വീകരിച്ചു. मैं कुंवर रणविजय की दोस्ती छूटना नहीं चाहता, ഞാൻ रणविजय രാജകുമാരനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. आज का दिन मैं कभी नहीं भूलूंगा, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ചോദ്യം 10, സഹി മിലാൻ കരയും. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ रोज स्कूल जाना, शादी में भी मोरपाल, मिहिर का मित्र मोरपाल, रविवार की छुट्टी. वलदोस्त കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ यूनिफॉर्म पहनकर आता था, मोरपाल को बुरी लगती थी, मिहिर को पसंद नहीं था, रोज स्कूल आता था. ഉത്തരം रोज स्कूल जाना मिहिर को पसंद नहीं था, എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത് മിഹിറിന് ഇഷ്ടമായിരുന്നില്ല. शादी में भी मोरपाल यूनिफॉर्म पहनकर आता था, വിവാഹത്തിന് പോലും മോർപാൽ യൂണിഫോം ധരിച്ച് വന്നിരുന്നു. മിഹിർ കാ മിത്ര മോർപാൽ റോസ് സ്കൂൾ ആത്താ ഥാ, മിഹിറിന്റെ കൂട്ടുകാരനായ മോർപാൽ എല്ലാ ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. രവിവാർ കി ഛുട്ടി മോർപാൽ കോ ബുരി ലഗ്തി ഥി, ഞായറാഴ്ചയിലെ അവധി മോർപാലിന് ഇഷ്ടമായിരുന്നില്ല. 11ാമത്തെ ചോദ്യം കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ स्कूल की शादी में भी. ചോദ്യം യൂണിഫോം പസന്ത് ഹേ, മോർപാൽ കോ യൂണിഫോം പസന്ത് ഹേ. രണ്ട് മോഡൽ എഴുതാം. ഒന്നാമത്തെ മോഡൽ യൂണിഫോം പസന്ത് ഹേ, മോർപാൽ കോ യൂണിഫോം പസന്ത് ഹേ. യൂണിഫോം ഇഷ്ടമാണ്, മോർപാലിന് യൂണിഫോം ഇഷ്ടമാണ്. മോർപാൽ കോ സ്കൂൾ കി യൂണിഫോം പസന്ത് ഹേ, മോർപാലിന് സ്കൂളിലെ യൂണിഫോം ഇഷ്ടമാണ്. മോർപാൽ കോ ഷാദി മേ ഭി സ്കൂൾ കി യൂണിഫോം പസന്ത് ഹേ, മോർപാലിന് വിവാഹത്തിന് പോലും സ്കൂൾ യൂണിഫോം ഇഷ്ടമാണ്. രണ്ടാമത്തെ മോഡൽ यूनिफॉर्म पसंद है, मोरपाल को यूनिफॉर्म पसंद है, मोरपाल को शादी में भी यूनिफॉर्म पसंद है, मोरपाल को शादी में भी स्कूल की यूनिफॉर्म पसंद है. ആറാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം കലാം യാ ഛോട്ടു കാ സപ്ന ക്യാ ഹെ, കലാം അഥവാ ഛോട്ടുവിന്റെ സ്വപ്നം എന്താണ്? उत्तरम स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना कलाम का सपना है. സ്കൂളിൽ പോവുക എന്നുള്ളത് ടിവിയിൽ കാണുന്ന നീണ്ട തലമുടിയോടുകൂടിയ രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ളതുമാണ് ഛോട്ടു എന്റെ അല്ലെങ്കിൽ കലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഛോട്ടുവിന്റെ സ്വപ്നം. രണ്ടാമത്തെ ചോദ്യം കലാം യാ ഛോട്ടു കോ അപ്നി മഞ്ജിൽ മിൽത്തി ഹെ, കലാമിന് തന്റെ ലക്ഷ്യം സാധിക്കുന്നു. കലാം की मंजिल क्या है, കലാമിന്റെ ലക്ഷ്യം എന്താണ്? उत्तरम कलाम या छोटू का मंजिल ये है कि हम नाम डॉक्टर कलाम के नाम लिखी चिट्ठी दिल्ली जाकर उनके हाथ में खुद देना. കലാമിന്റെ ലക്ഷ്യം ഇതായിരുന്നു, തന്റെ തന്നെ പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ കലാമിന്റെ പേരിൽ എഴുതിയിരിക്കുന്ന കത്ത് ഡൽഹിയിലെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ സ്വയം ഏൽപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യം മുझे में निहित സർവനാം और प्रत्यय अलग करके लिखें. മുझे എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സർവനാമവും പ്രത്യയവും വേർതിരിച്ച് എഴുതുക. ഉത്തരം മേ പ്ലസ് കോ മുസ്കോ മുझे. മേ പ്ലസ് കോ എന്നുള്ളതിനെ മുസ്കോ എന്നും മുझे എന്നും രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. മേ സർവനാം, കോ പ്രത്യയ. ചോദ്യം 4 നീലി വർദ്ധി में विशेषण शब्द कौन सी है? ഉത്തരം നീലി. ചോദ്യം 5 ഛോട്ടു കഹാ കാം കർത്താ ഥാ, ഛോട്ടു എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഉത്തരം ഛോട്ടു ഠാണിക്ക് ചായക്ക് ദുകാൻ മേ കാം കർത്താ ഥാ, ഛോട്ടു ഠാണിയിലെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു. ആറാമത്തെ ചോദ്യം മിഹിർ കെ പാസ് ജ്യാദാ കപ്പടേ ഥേ ജിൻകോ വഹ് കഹാ സേ ഖരീദാ ഥാ, മിഹിറിന്റെ അടുക്കൽ ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അവയെല്ലാം അവൻ എവിടെ നിന്ന് വാങ്ങിയിരുന്നു? उत्तरम मिहिर के पास ज्यादा कपड़े थे जिनको उसने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था. മിഹിറിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ധാരാളമായി ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അവൻ തനിക്ക് ഇഷ്ടപ്പെട്ട പട്ടണങ്ങളിലെ ചന്തകളിൽ നിന്ന് വാങ്ങിയിരുന്നു. ചോദ്യം 7 नमूने के अनुसार वाक्य का पुनर्लेखन करें. हम गेंद खेलते हैं, അതിനെ മാറ്റിയിരിക്കുന്നത് हम गेंद खेलेंगे.
സാമാന്യ ഭാവി കാലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ലറ്റ്കി പാട്ട് പഠ്തി ഹെ എന്നുള്ളതിനെ മാറ്റുമ്പോൾ എങ്ങനെ ആകും, അത് ലറ്റ്കിയാം എന്ന് മാറിയാൽ എങ്ങനെയാകും എന്നാണ് ചോദ്യം. അപ്പൊ ലറ്റ്കിയാം പാട്ട് പഠേങ്കി. എട്ടാമത്തെ ചോദ്യം, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠനം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു. മോർപാൽ बहुत दुखी है. മോർപാൽ വളരെ ദുഃഖിതനാണ്. इसके आधार पर अपने मित्र के नाम മോർപാൽ का पत्र लिखें. ഇതിനെ അടിസ്ഥാനമാക്കി തന്റെ കൂട്ടുകാരന്റെ പേരിൽ മോർപാൽ എഴുതുന്നതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം സ്ഥാൻ താരീഖ്, സ്ഥലം, തീയതി. प्रिय मित्र, तुम कैसे हो? पढ़ाई कैसे चल रही है? परीक्षा की तैयारी में होंगे. प्रिय കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? एक विशेष बात बताने के लिए पत्र लिखता हूं. ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. आज सवेरे पिताजी ने कहा कि कल से स्कूल नहीं जाए. ഇന്ന് രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ പോകണ്ട. मेरा परिवार बहुत गरीब है ना. എന്റെ കുടുംബം വളരെ ദരിദ്രമല്ലേ. इसलिए कल से पिताजी के साथ खेत मजदूरी करने जाना है. അതുകൊണ്ട് നാളെ മുതൽ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകണം. मुझे आगे पढ़ने का शौक है. എനിക്ക് തുടർന്ന് പഠിക്കാൻ ഇഷ്ടമുണ്ട്. मैं स्कूल जाए बिना मिहिर को कैसे मिलूंगा. ഞാൻ സ്കൂളിൽ പോകാതിരുന്നാൽ മിഹിറിനെ എങ്ങനെ കാണും. स्कूल के मेरे दोस्तों में सबसे जिगरी दोस्त मिहिर ही है. സ്കൂളിലെ എന്റെ കൂട്ടുകാരിൽ ആത്മാർത്ഥ സുഹൃത്ത് മിഹിർ തന്നെയാണ്. मुझे सारे दिन രാജ്മാ ചാവൽ देता था. എനിക്ക് അവൻ എല്ലാ ദിവസവും രാജ്മാ ചാവൽ കൊണ്ടുവരുമായിരുന്നു. बदले में उसको मैं छाछ देता था. പകരമായി ഞാൻ അവന് മോര് നൽകുമായിരുന്നു. मेरे जैसे मिहिर भी दुखी होगा. എന്നെ പോലെ മിഹിറും വളരെ ദുഃഖിതനായിരിക്കും. मुझे सिर्फ एक जोड़ा नीली खाकी യൂണിഫോം ही थी. എനിക്ക് കേവലം ഒരു ജോഡി നീലയും കാക്കിയും നിറത്തിലുള്ള യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ. तब भी सारे दिन स्कूल जाना पसंद था. എന്നിട്ടും എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു. आगे मैं क्या करूं. ഇനി ഞാൻ എന്ത് ചെയ്യും. तुम्हारी माताजी और पिताजी को मेरा प्रणाम. നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ നമസ്കാരം. छोटी बहन को मेरा प्यार. ഇളയ സഹോദരിക്ക് എന്റെ സ്നേഹ അന്വേഷണം. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर മോർപാൽ. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ മോർപാൽ. കത്തിന് വെളിയിൽ കൊടുക്കുന്ന അഡ്രസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് സേവാമേ നാം പത്ത ടു പേര് അഡ്രസ്. 9ാമത്തെ ചോദ്യം, एक दिन रणविजय से स्कूल में भाषण देने के लिए कहा. ഒരു ദിവസം रणविजयനോട് സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. इस विषय पर परेशान रणविजय और छोटू के बीच बातचीत तैयार करें. ഈ വിഷയത്തെ സംബന്ധിച്ച് വെപ്രാളപ്പെട്ടിരിക്കുന്ന रणविजയും छोटूവും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഉത്തരം छोटू या कला. नमस्ते रणविजय. നമസ്കാരം रणविजय. रणविजय नमस्ते. छोटू तुम क्यों उदासीन हो. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്. रणविजय कुछ नहीं छोटू. ഒന്നുമില്ല छोटू. छोटू क्या बात है. जो भी हो हाल हो जाएगा. എന്താ കാര്യം. എന്തായിരുന്നാലും പരിഹാരം ഉണ്ടാകും. रणविजय मुझसे कल स्कूल में हिंदी में भाषण देने के लिए कहा है. എന്നോട് നാളെ സ്കൂളിൽ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. छोटू वाह अच्छी बात है ना. അത് നല്ല കാര്യമല്ലേ. रणविजय बात यह है छोटू मुझे हिंदी अच्छी तरह मालूम नहीं है. കാര്യം ഇതാണ് छोटू, എനിക്ക് ഹിന്ദി നന്നായി അറിയില്ല. छोटू यही बात है ना मैं तुम्हें सहायता करूंगा. ഇതാണ് കാര്യം, ഞാൻ നിന്നെ സഹായിക്കാം. रणविजय बहुत बहुत धन्यवाद छोटू. വളരെ നന്ദി छोटू. छोटू तुम मेरा मित्र हो ना. रणविजय मुझसे धन्यवाद देने की आवश्यकता नहीं. നീ എന്റെ കൂട്ടുകാരനല്ലേ रणविजय. എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. रणविजय ठीक है छोटू. ശരി छोटू. 10ാമത്തെ ചോദ്യം ഇതാണ്, सही मिलान करें. स्कूल की छुट्टी मिलने पर मोरपाल का घर छोटू तय करता है कथा के अंत में. पहले सेडल की चिट्ठी कलाम को दिल्ली जाकर खुद देगा. छोटू को अपनी मंजिल मिलती है. स्कूल से बहुत दूर था. लेखक घर में खुशी मनाता था. उत्तरम स्कूल की छुट्टी मिलने पर लेखक घर में खुशी मनाता था. സ്കൂളിന് അവധി കിട്ടിയപ്പോൾ ലേഖകൻ വളരെ സന്തോഷിച്ചിരുന്നു. മോർപാൽ കാ ഘർ സ്കൂൾ സെ ബഹുത് ദൂർ ഥാ. മോർപാലിന്റെ വീട് സ്കൂളിൽ നിന്ന് വളരെ അകലെയായിരുന്നു.
छोटू तय करता है कि चिट्ठी कलाम को दिल्ली जाकर खुद देगा. छोटു നിശ്ചയിക്കുന്നു കലാമിന്റെ പേരിൽ എഴുതിയിരിക്കുന്ന കത്ത് നേരിട്ട് ഡൽഹിയിൽ പോയി കലാമിന് ഏൽപ്പിക്കും. कथा के अंत में छोटू को अपनी मंजिल मिलती है. കഥയുടെ അവസാനം छोटुവിന് തന്റെ ലക്ഷ്യം സാധിക്കുന്നു. 11ാമത്തെ ചോദ്യം, कोष्टक से उचित शब्द सही स्थान पर रेखकर पिरामिड की पूर्ति करें. ब्रैकेटिൽ छोटू को अंत में. ചോദ്യം, मंजिल मिलती है, अपनी मंजिल मिलती है. രണ്ട് മോഡലിൽ എഴുതാം. ഒന്നാമത്തെ മോഡൽ मंजिल मिलती है, ലക്ഷ്യം സാധിക്കുന്നു. अपनी मंजिल मिलती है, തന്റെ ലക്ഷ്യം സാധിക്കുന്നു. छोटू को अपनी मंजिल मिलती है, छोटुവിന് തന്റെ ലക്ഷ്യം സാധിക്കുന്നു. अंत में छोटू को अपनी मंजिल मिलती है, അവസാനം छोटुവിന് തന്റെ ലക്ഷ്യം സാധിക്കുന്നു. രണ്ടാമത്തെ മോഡൽ मंजिल मिलती है, अपनी मंजिल मिलती है, अंत में अपनी मंजिल मिलती है, अंत में छोटू को अपनी मंजिल मिलती है. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഐ ആം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള 4 മുതൽ 6 വരെയുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ ഇത് നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയപ്പെടുത്തുക. ഐ ആം കലാം കെ ബഹാനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള 7 മുതൽ 10 വരെയുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. धन्यवाद.